പാടില്ലെന്ന് പറയുന്നു. അൽ വാസിലത്തു വൽ മുസ്തൗസില. വാസില എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഫേക്കായിട്ട് മുടി പിടിപ്പിക്കുന്ന പരിപാടിയാണ്. ചെറിയ മുടിയുള്ളവര് ഫേക്കായിട്ടുള്ള മുടി കൊണ്ടുവന്ന് ക്ലിപ്പിട്ടിട്ട് വലിയ മുടിയുള്ള പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി മുടിയുടെ മേൽ മുടി ചേർത്ത് വെക്കുന്നതിനാണ് വാസുലത്ത് എന്ന്. ആ പെണ്ണുങ്ങൾക്കാണ് വാസുല എന്ന് പറയാം. അത് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരും ചെയ്തു കൊടുക്കുന്നവരെയും പുണ്യനിബിതങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിലുള്ളത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവർ പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളത് നിരോധിക്കുന്നുണ്ട്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നുവെന്ന് അറിഞ്ഞല്ലോ ഇബ്നു മസ്ഊദേ, ശരിയാണോ? മുടി വെച്ച് പിടിപ്പിക്കുന്നത് ശരിയല്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഖാല നഅം, അതെ അതെ അതെ. അവജത്തഹു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അം സമിഅതഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടതാണോ? അപ്പോൾ പറഞ്ഞു വജത്തുഹു ഫീ കിതാബില്ലാഹ് വസമിഅതുഹു മിൻ റസൂലില്ലാഹ്. അങ്ങനെ മുടി വെച്ച് പിടിപ്പിക്കരുത് എന്ന് അള്ളാഹിന്റെ കിതാബിലുണ്ട്, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ പെണ്ണ് പറഞ്ഞു, തലൗത്ത് കിതാബ് അല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് മുഴുവനും ഞാൻ ഓതി നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഒരിടത്തും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മുടി വെച്ച് പിടിപ്പിക്കരുത് അള്ളാഹ് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, ഖുർആനിൽ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ഉമ്മ. വീർമസ്വദങ്ങൾ പറഞ്ഞു, അതജിദീന ഫീ കിതാബില്ലാഹ്, അള്ളാഹിന്റെ കിതാബിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഈ ആയത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു സൂറത്തുൽ ഹശറിൽ. കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, എന്റെ റസൂല് നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണേ. വമാ നഹാകും അൻഹു, പുണ്യനിബിതങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫൻതഹൂ, നിങ്ങൾ ചെയ്യരുതേ. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യരുത്. ഇത് കണ്ടിട്ടില്ലേ? എല്ലാ ഹദീസുകളും അംഗീകരിക്കണം എന്നതിന് ഖുർആനിലുള്ള തെളിവാണത്. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അന്നഹു നഹാ അനിൻ നാമിസതി വൽ വാശിറതി വൽ വാസിലതി വൽ വാശിമതി ഇല്ലാ മിൻ ദാ. പുണ്യ നബി തങ്ങൾ മുടി വെച്ച് പിടിപ്പിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട്. വൽ വാശിറ, വശിർ എന്ന് പറഞ്ഞാൽ പല്ലുകളെ രാഗി മനോഹരപ്പെടുത്തുക എന്നതാണ്. പല്ലുകളെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പല്ലുകളെ രാഗിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും പല്ലുകളെ രാഗി ശരിയാക്കുന്നതിനാണത് പറയാ. വൽവാസില നാമിസ എന്ന് പറഞ്ഞാൽ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത്, പുരികം പ്ലക്ക് ചെയ്യുന്നത്. വൽവാസില വൽവാഷിമ, വാഷിമത്ത് എന്ന് പറയുന്ന കാക്കപ്പുള്ളി പോലെ കറുത്ത പുള്ളിയിട്ട് കൊടുക്കുമല്ലോ പെണ്ണുങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നത്. വഷമിന് ടാറ്റു കുത്തുക എന്നതിനും വഷം എന്ന് പറയും. ടാറ്റു പച്ചകുത്തുക എന്ന് പറയില്ലേ. ഇതെല്ലാം നബിതങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇല്ലാ മിൻ ദാഇൻ, അസുഖമുള്ളവർക്കൊഴികെ. ഒരു അസുഖമായിട്ട് പല്ല് വളരെ മോശമായി വികൃതമായിരിക്കുകയാണ്, പുരികം വികൃതമായിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും വൈകൃതങ്ങളെ ശരിപ്പെടുത്തുക എന്നതിനപ്പുറം സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഇത് ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂല് നിരോധിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ പെണ്ണ് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു മസ്ഊദേ, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അവിടെയാണ് നമ്മുടെ വിഷയം. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവർ ഖുദുവത്താണ്, മാതൃകയാണ്. മഹാൻ പറഞ്ഞു, ഉദ്ഖുലി, എന്റെ ഭാര്യമാർ അവരത് ചെയ്യുന്നുണ്ടെന്നോ എൻ്റെ വീട്ടിലേക്ക് കയറിക്കോളൂ, എന്നിട്ട് പോയി നോക്കി ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്നോട് ഒന്ന് പറ. അങ്ങനെ ആ ഉമ്മ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്നവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാ പെണ്ണുങ്ങളെയും നോക്കി, അവരെ മുടിയൊക്കെ ഒന്ന് പൊക്കി നോക്കി, അവരുടെ പുരികൊന്ന് ചെക്ക് ചെയ്തു, പല്ലുകളൊക്കെ ഒന്ന് നോക്കി. ഒരു കുഴപ്പമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായതിൻ്റെ പേരിലാണ് ഇതിനെയൊക്കെ ശരീഅത്ത് നഹി ചെയ്യാൻ കാരണം, പാടില്ലെന്ന് പറയാൻ കാരണം. ആ ഉമ്മ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയാണ്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടില്ല, ഈ പറഞ്ഞതൊന്നും അങ്ങയുടെ വീട്ടുകാരിലില്ല എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ബഅദമാ സമിഅ്തുഹു മിർ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ വായിൽ നിന്ന് എൻ്റെ ചെവികളത് കേട്ടതിന് ശേഷം എൻ്റെ വീട്ടുകാർ അത് അംഗീകരിക്കാതിരിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മാതൃകകളായിരുന്നു പരിശുദ്ധരായ സ്വഹാബിമാർ. ആ മാതൃകയിൽ എന്തെങ്കിലും ഒരു ഖദശ്, എന്തെങ്കിലും ഒരു സ്ക്രാച്ച് അതിൽ വരുന്നത് പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവതലമുറക്ക് മാതൃകകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും കൺകുളിർമയെ തരണേ റബ്ബേ. ഞങ്ങളെ നീ മാതൃകകളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ, മാതൃകയാക്കി തരണേ പടച്ചവനെ. ലൈത്ത് ഇബ്നു സഅദ് എന്നവർ, ലൈത്ത് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി തആല ഇമാം ഷാഫിഈ തങ്ങളുടെ ശൈഖാണ്, ഈജിപ്തുകാരനാണ്. ലൈത്ത് ഇബ്നു സഅദുൽ ഖൽഖശന്ദി എന്നാണ് മഹാൻ അറിയപ്പെടുക. ഇമാം ഷാഫിഈ തങ്ങൾ പറയാറുണ്ട്, ഇന്ന ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് ഇബ്നു സഅദ് എന്നവർ അഫ്ഖഹു മിൻ ഇമാം മാലിക്. ഇമാം മാലിക് എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കി മദ്ഹബിന്റെ ഇമാം, ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് എന്നവർ, മാലിക്കി ഇമാമിനെക്കാളും ഇൽമുണ്ടായിരുന്ന മഹാനാണ് ലൈത്ത് ഇബ്നു സഅദ് എന്നവർ. പക്ഷേ ഇമാം മാലിക് എന്നവരുടെ അസ്ഹാബ് മാലിക് ഇമാമിന്റെ മദ്ഹബും അവരുടെ ആറാഉകളും രേഖപ്പെടുത്തിയ പോലെ ലൈത്ത് ഇബ്നു സഅദ് എന്നവരുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്താതെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഇമാം മാലിക് തങ്ങളെക്കാളും വലിയ പണ്ഡിതൻ ഇമാം ലൈത്ത് ഇബ്നു സഅദ് ആകുമായിരുന്നു. അത്ര വലിയ പണ്ഡിതനായിരുന്നു ലൈത്ത് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി. മിസ്രിയാണ്. ഈജിപ്ത് ലോകത്തിന് ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് ഔലിയാക്കന്മാരെ സേവനം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ ഹജ്ജിന്റെ സമയത്ത് മദീനയിൽ പോയ കഥ പറയുന്നുണ്ട്. ഞാൻ മദീനയിലാണ്, ഒരുപാട് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ എത്തിയിട്ടുണ്ട്. അന്ന് മദീന കസീറത്തു സർജീൻ, മദീനയിൽ ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ വന്നതിൻ്റെ പേരിൽ അവിടെ അഴുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ജീവികളുടെ, ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ കാഷ്ടം റോഡിലൊക്കെ വീണ് കിടക്കുന്നത് ധാരാളമായിരുന്നു. കാരണം ഒരുപാട് ഹാജിമാർ, ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്ന സമയമാണ്. അപ്പൊ മദീനയിൽ തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ 2 ഹുഫ ധരിച്ച് നടക്കുകയായിരുന്നു മദീനയിൽ. ഒരു ഹുഫ എന്ന് പറഞ്ഞാൽ സോക്സ് പോലെ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ സോക്സ് ആണത്, ബൂട്ട് പോലെ കാണുന്നത്. ആ ഹുഫന്റെ മേലെ വേറൊരു ഹുഫ, അങ്ങനെ 2 ഹുഫയിട്ട് നടക്കും. അങ്ങനെ മസ്ജിദിലേക്ക് കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ ഹുഫ ഞാൻ ഒഴിവാക്കും, എന്നിട്ട് അതിനുള്ളിലെ ഹുഫ കൊണ്ട് പള്ളിയിലേക്ക് കയറും. 2 ഹുഫ ഞാൻ ഇട്ട് നടക്കുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, ലാ തഫഅൽ ഹാദാ ഫഇന്നക ഇമാമുൻ മൻദൂറുൻ ഇലൈഹി. ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് എന്നവരെ, നിങ്ങൾ ഇങ്ങനെ 2 ഹുഫട്ട് നടന്നാൽ നിങ്ങളെ ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അത് ചെയ്യും. ഒരു ഹുഫയല്ലേ വേണ്ടു, അത് കഴുകി വൃത്തിയാക്കിയാൽ പോരെ. നിങ്ങൾ 2 എണ്ണം ഇട്ട് നടക്കരുത് എന്ന് മദീന പള്ളിയിലേക്ക് ഞാൻ കയറുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസാരി എന്ന് പറയുന്ന മദീനയിലെ പ്രഗത്ഭനായ ആലിം എന്നോട് പറയുകയുണ്ടായി, ഞാൻ അവിടെ വെച്ച് ഊരിയതാണ് എൻ്റെ 2ാമത്തെ ഹുഫ. ഞാൻ അഴുക്കാണെങ്കിൽ എന്തേ, അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ. 2 എണ്ണം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയോ ചെയ്യാനിടയുണ്ടെന്ന് പറഞ്ഞ് മഹാനവറുകളോട് അത് അഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് അഴിച്ചു വെച്ചു. ലൈത്ത് ഇബ്നു സഅദ് എന്നവർ പറയാണ്. കാരണം എന്തേ, അവർ ഖുദുവത്താണ്, അവർ മാതൃകയാണ്. നമ്മുടെ സംഘാടകർ ചെറിയൊരു നിങ്ങളുടെ സ്വതക്ക സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ സ്വർണ്ണ കമ്മൽ ഒരു സഹോദരി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, തബാറക റഹ്മാൻ. അള്ളാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ, അള്ളാഹു നീ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ചെറുതും വലുതുമായ സ്വതക്കകളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. മക്കൾ സ്വാലിഹീങ്ങളാവാനും ഹലാലായി മുറാദുകൾ ഹാസിലാകാനും മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തുണ്ടാകാനും ആണ് ഒരു സ്വർണ്ണമോതിരം സംഭാവന ചെയ്തിട്ടുള്ളത് റബ്ബേ. അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സ്വർണ്ണമോതിരം മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. നോക്കണേ, നമ്മൾ മരണപ്പെട്ടവരെ ഓർക്കുക എന്ന് പറയുന്നത് എത്ര വലിയ തൗഫീഖാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് നമ്മുടെ മക്കളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ നമ്മൾ ഓർക്കുമോ? എൻ്റെ മരിച്ചുപോയ വാപ്പക്ക്, എൻ്റെ മരിച്ചുപോയ അനുജന്, ജ്യേഷ്ഠന്, ഉമ്മക്ക്, വല്ലിപ്പക്ക്, വല്യമ്മക്ക് പടച്ചവനെ മഗ്ഫിറത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ ഇങ്ങനെ ഒരു നന്മ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ?
നമ്മളത് ചെയ്താൽ വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ഹലാലായി മുറാദ് ഹാസിലാകാനും മക്കളുടെ സ്വഭാവം നന്നാവാനും 2 സ്വർണത്തിൻ്റെ തൂക്കിക്കമ്മൽ സംഭാവന ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബെ. ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ പടച്ചവനെ. നമ്മുടെ എല്ലാ മക്കളെയും സ്വാലിഹീങ്ങളാക്കി തരണേ പടച്ചവനെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും മറ്റും ദുആ ചെയ്യാൻ 50,000 രൂപ വേറൊരാളും സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹുവെ അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചുവിട്ട് അള്ളാഹു നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം ബുഖാരി തങ്ങളുടെ ദർസ് നടക്കുമ്പോൾ ബുഖാരി ഇമാം എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ മുഹദ്ദിസ് മഹാനാളുകൾ ഇങ്ങനെ വീക്ഷിക്കുമല്ലോ. അപ്പോൾ ആ സദസ്സിൽ താടിയുള്ള ഒരാൾ താടിയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു തുവലോ മറ്റോ താടിയിൽ കുടുങ്ങിയത് ഇങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ ഇടുന്നത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ ഒരു തുവൽ താടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ അദ്ദേഹം താഴെ പള്ളിയിലിട്ടതാണ്. ഇമാം ബുഖാരി തങ്ങളെ ബാക്കിയുള്ളവർ വീക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സംഭവം രേഖപ്പെടുത്തപ്പെടാൻ കാരണം. റാവി പറയാണ്, ബുഖാരി ഇമാം എല്ലാവരും പോകുന്നത് വരെ ഇങ്ങനെ ഈ സാധനം നോക്കുന്നതും ആളുകൾ തന്നെ നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതും ഞങ്ങൾ കാണുകയുണ്ടായി. അങ്ങനെ ആരും നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ബുഖാരി ഇമാം എഴുന്നേറ്റ് വന്ന് ആ താടിയിൽ നിന്നും അയാൾ താഴേക്കിട്ട ആ സാധനം എന്തോ ആ ഒരു ഖദർ അതെടുത്തിട്ട് തൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ചുരുട്ടിപ്പിടിച്ച് ഇമാം ബുഖാരി തങ്ങൾ പള്ളിയുടെ പുറത്തേക്ക് പോയി അവിടെ കൊണ്ടുപോയി കളയുന്നത് ഞങ്ങൾ കണ്ടു എന്ന് ബുഖാരി ഇമാമിനെ സംബന്ധിച്ച ചരിത്രമുണ്ട്. ഖാന മഹാനവറുകൾ യഹ്ഫദുൽ മസ്ജിദ, മസ്ജിദിനെ സംരക്ഷിക്കുകയായിരുന്നു. മിമ്മ യഹ്ഫദു ലഹ്യതഹു മിൻ, തൻ്റെ താടിയിൽ നിന്ന് വീണുപോകുന്ന, താടിയിൽ വേണ്ട എന്ന് വിചാരിച്ച ആ സാധനം അള്ളാഹിൻ്റെ പള്ളിയിൽ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാൻ തന്നെ എഴുന്നേറ്റ് പോയി അത് പള്ളിയുടെ പുറത്തേക്ക് മഹാനവറുകൾ എടുത്തെറിഞ്ഞു എന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ തൊയ്യിബ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മഹാനവറുകളുടെ ഉപ്പയായിരുന്ന CH ഹൈദറുസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി വനവറല്ലാഹു ദരീഹ. ആ മഹാന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ എളാപ്പയും മരിച്ചു പോയവരാണ്, അവരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് മാതൃകകൾ നമ്മുടെ കൺമുമ്പിൽ തന്നേച്ചു പോയ മഹാനാണ് CH ഹൈദറുസ് മുസ്ലിയാർ. സമസ്തയിലെ ജമീഅത്തുൽ ഉലമയുടെ മഹത്തുക്കളായ നേതാക്കന്മാരിൽ, പണ്ഡിത ശ്രേഷ്ഠരിൽ, നമ്മുടെ നാടിന് മാതൃക കാണിച്ചു പോയ ഒരുപാട് പേർ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കം, മഹാനായ ശംസുൽ ഉലമ അടക്കം, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അടക്കം ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞുപോയി. അവരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. എത്ര വലിയ സൗഭാഗ്യമാണ്. അവരൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ചില മാതൃകകളെ നമ്മൾ ഓർക്കുകയാണ്. ആ മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പാഠമാവാൻ, അതുപോലെയുള്ള ഖുദ്വത്തുകൾ നമ്മുടെ മുമ്പിൽ ഇനി എന്നാണ് കിട്ടുന്നത്, എന്നാണ് ഉണ്ടാവുക. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ അബൂ ഉബൈദ് ഖാസിം ബിൻ സല്ലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഖാസിം ബിൻ സല്ലാം എന്ന് പറയുന്ന മഹാൻ അഫ്ഗാനിയാണ്. ഖാസിം ബിൻ സല്ലാം അൽ ഹർവി, ഇമാം ഹർവി എന്നറിയപ്പെടുന്ന മഹാനാണിത്. മുഹദ്ദിസാണ്. ഹദീസിന്റെ സനദുകളിൽ റാവിമാരെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ചെയ്ത ജർഹ് തഅദീലിന്റെ ഇമാമാണ് മഹാനായ ഇമാം ഹർവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അഫ്ഗാനിയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാഖിലേക്ക് മഹാനവറുകൾ യാത്ര പോയി അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ വീട്ടിലേക്ക് എത്തിയപ്പോഴേ മഹാനവറുകൾ മഹാനായ അബൂ ഉബൈദ് തങ്ങളെ പ്രധാന സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോ അബൂ ഉബൈദ് തങ്ങൾ പറഞ്ഞു, യാ അബാ അബ്ദില്ല, അബൂ അബ്ദില്ല, അബ്ദുള്ളയുടെ വാപ്പ. അഹ്മദ് ഹംബൽ എന്നവരുടെ മകൻ അബ്ദുല്ലാഹിബിൻ അഹ്മദ് ബിൻ ഹംബൽ. ആ മകനാണ് അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ ഹദീസിന്റെ ഗ്രന്ഥം ക്രോഡീകരിച്ചത്. അഹ്മദ് ഹംബൽ എന്നവരെ അബൂ അബ്ദില്ല എന്നാണ് അറിയപ്പെടുക. യാ അബാ അബ്ദില്ല, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന പ്രധാന സ്ഥാനത്ത് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിരുത്തി. അലൈസ യുഖാൽ സാഹിബുൽ ബൈതി അഹഖു ബിസദരി ബൈതിഹി. അഹ്മദ് ബിൻ ഹംബലെ, നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഒരു വീട്ടുകാരൻ, അവരാണ് ആ വീട്ടിലെ ഏറ്റവും നല്ല സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയുള്ളത് അവർക്കാണെന്നല്ലേ നമ്മൾ കേട്ടത്. അതുകൊണ്ട് നിങ്ങളാണ് ഇവിടെ ഇരിക്കേണ്ടത്, ഞാനല്ല. ഞാൻ ഇങ്ങോട്ട് മാറിയിരിക്കാം. മഹാനായ അബുൽ ഖാസിം എന്നവരോട് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം.
സാഹിബുൽ ബൈത്താണ് ഹഖ്ഖു ബിസ്വദ്രിൽ ബൈത്ത് എന്നാലും യഖ്ഉദു വയുഖ്ഇദു മൻ യശാ. അയാൾക്ക് വേണ്ടിടത്ത് ഇരിക്കാം, വേണ്ടിടത്ത് തന്റെ അതിഥികളെ ഇരുത്താനും അവകാശമുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ അവകാശമാണത്. ഞാൻ നിങ്ങളെ ഇരുത്തിയതല്ലേ, നിങ്ങൾക്ക് ഇരിക്കാൻ എന്ത് പ്രയാസം, ഇരുന്നോളൂ, അതിലൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി തന്നു അഹ്മദ് ബിൻ ഹംബൽ എന്നവർ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഹാദിഹി വാഹിദ, കണ്ടു പഠിക്കേണ്ട ഒരു നന്മയാണിത്. ഒരു അതിഥിയെ നേരിട്ട് കണ്ട് സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് വീട്ടിലെ ഏറ്റവും നല്ല ചെയറിൽ കൊണ്ടുവന്നവരെ ഇരുത്തി, ഇതൊരു വല്ലാത്ത മര്യാദയാണ്. അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് മഹാനായ അബുൽ ഖാസിം എന്നവർ, അബു ഉബൈദ് ഖാസിം ഇബ്നു സല്ലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനെ ഞങ്ങളുടെ സംസാരം നീണ്ടു. അങ്ങനെ ഞാൻ പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബലെ, നിങ്ങളെ എപ്പോഴും വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ഹർവിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിൽ മാസങ്ങളെടുക്കുന്ന യാത്രയാണ്. അപ്പോൾ ഒരു പക്ഷേ 1 കൊല്ലോ 2 കൊല്ലമൊക്കെ കഴിയുമ്പോഴേ നിങ്ങളെ വന്ന് കാണാൻ പറ്റുന്നുള്ളൂ. അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ലോ, എനിക്കൊരുപാട് ദൂരം യാത്ര ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ നൽകിയൊരു മറുപടിയുണ്ട്. ആ മറുപടി ഒരുപക്ഷെ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു മറുപടി ആയിരിക്കും. ആ മറുപടി ഇങ്ങനെയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖാസിം ഇബ്നു സല്ലാം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നെ എല്ലാ ദിവസവും കണ്ട് എൻ്റെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ എന്നെ വന്ന് കാണുന്നവരുണ്ട്. മാസത്തിലൊരിക്കൽ, കൊല്ലത്തിലൊരിക്കൽ, 2 കൊല്ലമോ 5 കൊല്ലമോ ഒരു കഴിഞ്ഞിട്ട് കാണുന്നവരുണ്ട്. ഇന്നലി ഇഖ്വാനൻ ലാ അൽഖാഹും ഫീ കുല്ലി സനത്തിൻ ഇല്ലാ മറ വഅന ഔസഖു ഫീ മവദ്ദതിഹിം മിമ്മൻ അൽഖാ കുല്ല യൗം. ഓരോ ദിവസവും എന്നെ വന്ന് കാണുന്നവരെക്കാളും ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ കൊല്ലത്തിലൊരിക്കൽ മാത്രം ഞാൻ കാണുന്നവരായിരിക്കും. കൊല്ലത്തിലൊരിക്കൽ. കാരണം അവർക്ക് എന്നെ ഒന്ന് കാണാൻ സൗകര്യപ്പെടാത്തത് കൊണ്ടാണ്, സൗകര്യം ഒത്തുകിട്ടാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നും വന്ന് കാണുന്നത് കൊണ്ട് സ്നേഹം എപ്പോഴും കൂടുതലാണ് എന്നൊന്നുമില്ല. കാരണം എന്നും കാണാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് ലോകത്ത്, പരസ്പരം സൗഹൃദമുള്ളവർ. പക്ഷെ ആ സൗഹൃദം ഒന്ന് നേരിട്ട് പറയാനോ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനോ അവസരം കിട്ടാത്തവർ. അതുകൊണ്ടൊന്നും അവരോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് അബൂ ഉബൈദേ, വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ എന്നെ വന്ന് കാണുമ്പോഴും എന്നും എന്നെ കാണുന്നവരെക്കാളും നിങ്ങളുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതൊരു എക്സ്ക്യൂസാണ്, മഹാൻ പറഞ്ഞു കൊടുത്തൊരു എക്സ്ക്യൂസാണ്. അങ്ങനെയായിരിക്കും. സുർ ഹിബ്ബൻ തസ്ദദ് ഹിബ്ബൻ എന്ന് പറയാറുണ്ട്. ഒന്നിടവിട്ട് നിങ്ങൾ സന്ദർശിക്കണം, അപ്പോഴാണ് സ്നേഹം കൂടുതലാവുക. എന്നും കാണുന്നതിനേക്കാളും ഇന്ന് കണ്ടു, നാളെ കാണൂല, മറ്റന്നാൾ കാണും, അതിന്റെ പിറ്റേന്ന് കാണൂല, അത് കഴിഞ്ഞാൽ കാണും. അങ്ങനെ ഒന്നിടവിട്ട് ഹിബ്ബൻ, ഒന്നിടവിട്ട് നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ തസ്ദദ് ഹിബ്ബൻ, സ്നേഹം വർദ്ധിക്കും എന്ന് പറയും. അല്ലാഹു അലം. ചിലർക്ക് എന്നും കാണാണ്ടിരുന്ന സ്നേഹം പോയി പോകും, എന്നും കാണേണ്ടി വരും. അങ്ങനത്തെ സ്നേഹം ഉണ്ടാവും. നോർമലി പറയുമ്പോൾ ഒന്നിടവിട്ട് കാണണമെന്നാണ്. എപ്പോഴും കാണുന്നത് ഒരു പക്ഷേ ഒരു കൺറ്റംപ്റ്റ്, ഒരു ചെറിയൊരു മുഷിപ്പ് ഉണ്ടാവാൻ ഇടയുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഒന്നിടവിട്ട് കാണുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അഹ്മദ് ഹംബൽ എന്ന് പറയാം, വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കാണുന്നവർ ഒരുപക്ഷെ എന്നെ എന്നും കാണുന്നവരെക്കാളും എനിക്കിഷ്ടമുള്ളവരുണ്ട്. അതെനിക്കറിയാം, അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹർവിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇത്രയും ദൂരം നിങ്ങൾ യാത്ര ചെയ്തു വന്നത് ഞാൻ മാനിക്കുന്നു. മഹാനായ ഖാസിം എന്നവരെ, നിങ്ങൾ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മഹാൻ പറയാം, രണ്ടാമത്തൊരു അറിവും കൂടെ എനിക്ക് കിട്ടുകയാണ് ഇവിടെ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഞാൻ ഇറങ്ങുമ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ എൻ്റെ പിന്നാലെ വന്നു. എൻ്റെ ഒട്ടകത്തിൻ്റെ കയർ പിടിച്ചു തന്നു. ഞാൻ ചവിട്ടി കയറുന്ന ആ ചവിട്ടി എനിക്ക് വേണ്ടി പിടിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, കയറിക്കോളൂ എന്ന് പറഞ്ഞു. ആര്? ലക്ഷക്കണക്കിന് ഹദീസുകൾ അറിവുണ്ടായിരുന്ന ലോകപ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. തൻ്റെ സുഹൃത്തിന്, ഇന്നത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ബൈക്കിലൊക്കെ ആണെങ്കിൽ ബൈക്കൊന്ന് പിടിച്ചു കൊടുക്കുക, കാറൊക്കെ ആണെങ്കിൽ ഡോറൊന്ന് തുറന്നു കൊടുക്കുക, തൻ്റെ അതിഥി കയറാൻ, വാഹനത്തിൽ കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അബൂ അബ്ദില്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ലാ തഫഅൽ, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ പൊയ്ക്കോളാം, ഞാൻ കയറിക്കോളാം, നിങ്ങൾ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഖാല ശഅബി, ഇമാം ശഅബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മിൻ തമാമി സിയാറ അൻ തംശിയ മഅഹു ഇലാ ബാബിദ്ദാർ വയഖുദ ബിരിഖാബിഹി. ഇമാം ശഅബി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ
മഹാനായ ആമിർ ഷഅബി കൂഫക്കാരനായ പണ്ഡിതനാണ്. ആമിർ ഷഅബി, ആമിർ ഇബ്നു ശറാഹീൽ അൽ കൂഫി, കൂഫക്കാരനായ ലോകപ്രസിദ്ധനായ ആലിം. ബഹുമാനപ്പെട്ടവര് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് ജനിക്കുന്നത്. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. താബിഈങ്ങളുടെ കാലത്താണ് ജനിക്കുന്നത് മഹാനായ ആമിർ ഷഅബി തങ്ങള്. അപ്പൊ ഇമാം ഷഅബി പറഞ്ഞിട്ടുണ്ട്, മുഹദ്ദിസാണല്ലോ, ഇമാം ഷഅബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അതിഥി നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ആ അതിഥിയോടുള്ള ആതിഥ്യ മര്യാദയുടെ പരിപൂർണത അവരുടെ കൂടെ വീടുമുറ്റത്തേക്ക് നടക്കണം, അവരുടെ വാഹനത്തിനടുത്ത് വരെ പോകണം, അവർ വാഹനം ചവിട്ടുന്ന ചവിട്ടുപിടി നിങ്ങൾ പിടിച്ചു കൊടുക്കണം എന്ന് ഇമാം ഷഅബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, ആ സംഭവം ഒന്ന് മുഴുവനായിട്ട് പറഞ്ഞു തരൂ. ഇമാം ഷഅബി പറഞ്ഞു എന്ന് പറയുമ്പോൾ ആരാണത്, ആരൊക്കെയാണ് അതിന്റെ റാവിമാർ? യാ അബാ അബ്ദില്ലാഹ് മൻ അനി ഷഅബി, ആരാണ് ഷഅബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്? പറഞ്ഞു അൻ ഇബ്നു അബി സായിദ അൻ മുജാലിദിൻ അനി ഷഅബി. ഷഅബി എന്നവര് മഹാനായ താബിഈ ആയതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഹദീസുകൾ സഹാബിമാരിൽ നിന്നാണ് പിന്നെ റിവായത്ത് ചെയ്യുക. അതുകൊണ്ട് തന്നെ മഹാനായ ഷഅബി ഇമാം ഇത് പഠിച്ചത് സ്വഹാബികളിൽ നിന്ന് പഠിച്ചതാണ്. സ്വഹാബികൾ ഇത് പഠിച്ചത് നബിതങ്ങളിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അൻ ഇബ്നു അബി സായിദ അൻ മുജാലിദിൻ അൻ ഷഅബി, മഹാനായ ഷഅബി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഹാദിഹി സാലിസ, 3 മസ്അലകൾ ഒരു മഹാനെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ പഠിച്ചു എന്ന് പറയുകയാണ്. നമ്മളൊരു ആലിമിനെ സന്ദർശിക്കുമ്പോൾ, ഒരു സൂഫി വര്യന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, ഒരു മഹാനെ നമ്മൾ തബറുക്കിന് വേണ്ടി സിയാറത്ത് ചെയ്യുമ്പോൾ, ആ ഒരു വീട്ടിൽ നിന്ന് കണ്ടു പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, പുതുവത്തുകൾ ഉണ്ടാകുന്നത്, നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നത് ഈ ഉമ്മത്തിന് പഠിക്കാനുള്ള അവസരമാണ്. വെറുമൊരു വാള് മാത്രമല്ല, ജീവിതം വലിയൊരു വാളാണ്, ജീവിതം വലിയൊരു സന്ദേശമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പ്രഭാഷകന്മാരോ വാള് പറയുന്നവരോ ആയിരുന്നില്ല. അവർ മൗനികളായിരുന്നു, അവര് മുദരിസുമാരായിരിക്കും, അവർ മുഅല്ലിഫീങ്ങളാണ്, അവർ ചിന്തകരാണ്, അറിവുള്ളവരാണ്, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തുവിടുന്നവരാ. പക്ഷെ അവർക്ക് വേള പറയാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവരുടെ ജീവിതം മാതൃകയായിരുന്നു. അള്ളാഹു നമുക്ക് മാതൃകകളെ അള്ളാഹു നമുക്ക് നൽകട്ടെ. മാതൃകാ ജീവിതങ്ങളും മാതൃകാ സന്ദേശങ്ങളും ഈ ഉമ്മത്തിൽ ധാരാളം കിട്ടേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ മക്കൾക്ക് മാതൃകയായി നമ്മൾ മാറുമ്പോൾ, കുടുംബത്തിന് മാതൃകയാകുമ്പോൾ, ഒരു മഹല്ലിന് നേതൃത്വം നൽകുന്ന ആളുകൾ ആ മഹല്ലിന് മാതൃകയായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നന്മ വലിയ നന്മയാണ്. ഇന്ന് വാളുകൾ പറയുന്നത് മറ്റൊന്നാണ്. ഇതൊരു പക്ഷേ വിവാഹം നടക്കുന്ന വേദിയായിരിക്കും. മുസ്ലിമീങ്ങളായ ആളുകളുടെ വിവാഹങ്ങൾ തന്നെ നടക്കുമ്പോൾ ഇവിടെ സയ്യിദന്മാരും ഉസ്താദുമാരും ദുആ ചെയ്ത് നിക്കാഹ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുന്നതോടുകൂടെ തുടങ്ങും മുട്ടും പാട്ടും പരിപാടികളൊക്കെ, അല്ലേ? എന്താണ് ഈ വാദ കൊണ്ട് കാര്യം? എന്താണ് പ്രഭാഷണം കൊണ്ട് പിന്നെ കാര്യം? ഖുദ്വത്ത് നടക്കുന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്ന് മിക്സായി സദസ്സിലിരിക്കുന്ന ബന്ധുക്കളും കാണാൻ ഹലാലായ ആളുകൾ മാത്രമായിരിക്കില്ലല്ലോ, പൊതുജനങ്ങളാണ്. ആ പൊതുജനങ്ങളുടെ മുമ്പിൽ പുതിയ പെണ്ണും പുതുനാട്ടിയും പുതുമാരനും ഒക്കെ ഒരുമിച്ച് നിന്ന് ക്യാമറകളുടെ മുമ്പിൽ നൃത്തവും സംഗീതവും ചലനങ്ങളും കെട്ടിപ്പിടിക്കലും ആലിംഗനങ്ങളും ചുംബനങ്ങളും, ഇതിനൊന്നും ഒരു മടിയില്ലാതെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ, നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന സംവിധാനങ്ങളിൽ പോലും ഇങ്ങനെയായി മാറുമ്പോൾ ഇതൊരു വലിയ ദുരന്തമല്ലേ? ഇത് വലിയൊരു ദുരന്തമല്ലേ? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയാ? ഉസ്താദുമാർ ഫാത്തിഹ ഓതി, ഫാത്തിഹ വിളിച്ച് 3 ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അല്ലാഹുമ്മ ബാരിക് ലിഹാദൈനി സൗജൈൻ, പടച്ചവനെ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും നീ ബർക്കത്ത് ചെയ്യണേ, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലതുഫിൻ വആഫിയ, പടച്ചവനെ സന്തോഷത്തിലും ആഫിയത്തിലും ലുത്ഫിലും സന്തോഷത്തിലും ഈ 2 ജീവിതങ്ങളെ ഒരുമിപ്പിക്കണമേ എന്ന് ദുആ ചെയ്ത് ഇറങ്ങുന്ന സദസ്സിലാണ് പിന്നെ പടച്ചവന് ഇഷ്ടമില്ലാത്ത പരിപാടികൾ നടക്കുന്നത്, അല്ലേ? ഹലാലായ ചെറിയ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുന്നത് അത് നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാ. കല്യാണത്തിന് തങ്ങൾ ആവണമെന്നാണ്. വിവാഹം മരണപ്പെട്ടു പോയ വീടിനെ പോലെ ആവേണ്ടതില്ല. സന്തോഷവും ചിരിയൊക്കെ വേണം. നേരെമറിച്ച് മുതിർന്ന പെൺകുട്ടികൾ, പ്രായപൂർത്തിയായവർ, അത് ഹയർ ചെയ്ത് കൊണ്ടുവരുന്നവർ, നമ്മുടെ പുതുനാട്ടിയുടെ കൂട്ടുകാരികൾ, അവരുടെ നാട്ടുകാർ, ബന്ധുക്കൾ അടക്കം അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് മിങ്കിളായി നിന്നുകൊണ്ട് നമ്മുടെ വിവാഹങ്ങളൊക്കെ ഇന്ന് മലിനമായി കൊണ്ടിരിക്കുകയല്ലേ? ഇത് സമൂഹത്തിൽ നിന്ന് പറയുമ്പോൾ മഹല്ലുകൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. മഹല്ല് സംവിധാനങ്ങൾക്ക് ഇതിന് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയണം. മാതൃകകൾ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നാൽ കാലാകാലങ്ങളിൽ ഇത് കൂടുകയല്ലേ പിന്നെ ചെയ്യുന്നത്? കുറയോ? ഒരിക്കലും കുറയില്ല. അതുകൊണ്ട് അനാചാരങ്ങൾ അള്ളാഹു പരിശുദ്ധമാക്കിയ നിക്കാഹിന്റെ സദസ്സുകളിൽ പോലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ജാഗരൂകരാകണം. ഇന്ന മിനന്നാസി
മഫാതീഹ ലിൽ ഖൈരി മഗാലീഖ ലിശ്ശർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന മിനന്നാസി ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മഫാതീഹ ലിൽ ഖൈർ നന്മയുടെ താക്കോലുകളാണ്, മഗാലീഖ ലിശ്ശർ ഷർറിന്റെ പൂട്ടുകളാണ്. യാ ഹബ്ബദ, അത് വല്ലാത്തൊരു നന്മയാണ്. ജനങ്ങൾ പലവിധമാണ്. ജനങ്ങളിൽ നന്മയുടെ താക്കോലുകളുണ്ട്, തിന്മയുടെ പൂട്ടുകളുണ്ട്. വഇന്ന മിനന്നാസ്, എന്നാൽ ജനങ്ങളിൽ മറ്റൊരു വിഭാഗം മഫാതീഹുൽ ശർ ഷർറിന്റെ താക്കോലുകളുണ്ട്. മഗാലീഖുൽ ഖൈർ നന്മകളെ അടച്ചു പൂട്ടുന്നവരുണ്ട്, നന്മകൾക്ക് പൂട്ടിടുന്നവരുണ്ട്, തിന്മകളെ തുറന്നു വിടുന്നവരുണ്ട്. ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാതീഹൽ ഖൈരി അലാ യദൈഹി, ആരുടെയെങ്കിലും കരങ്ങളാൽ നന്മയുടെ താക്കോലുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഭാഗ്യമേ, അവരുടെ ഒരു സൗഭാഗ്യമേ. അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്. വവൈലുൽ ലിമൻ ജഅലല്ലാഹു മഫാതീഹശ് ശർരി അലാ യദൈഹി, ആരുടെയെങ്കിലും കരങ്ങളിലൂടെ ഷർറിന്റെ താക്കോലുകൾ അള്ളാഹു ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീയത്ത് കൊണ്ട് ഇറങ്ങുമ്പോൾ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നരകത്തിന്റെ വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാണ്. മനുഷ്യനാണത് തീരുമാനിക്കുന്നത്. ഇഖ്തിയാറുണ്ട് മനുഷ്യന്, നന്മ തിന്മകളെ തെരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. അള്ളാഹു അങ്ങനെ ആക്കിയതല്ല. നിങ്ങളുടെ നീയത്ത് അള്ളാഹുവിന് സിദ്ഖൻ വഅദലൻ അള്ളാഹു അറിഞ്ഞപ്പോ നിങ്ങൾക്ക് അള്ളാഹു നന്മയുടെ വഴി തുറന്നു തന്നതാണ്. നന്മയുടെ താക്കോലുകളാവണം. നമ്മുടെ ഹുദവി ഉസ്താദുമാർ 600ഓളം ഹുദവി ഉസ്താദുമാർ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും സന്തോഷത്തോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും പറഞ്ഞു പോകാറുണ്ട്, ഒരുപക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ദാൽഹുദയിൽ പഠിച്ചവർക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ അത് ആദ്യം പോകുന്നത് നോർത്ത് ഇന്ത്യയിൽ ഈ ദഅവത്ത് ചെയ്യുന്ന ഹുദവികളായിരിക്കും. വെള്ളവും വെളിച്ചവും വാഹനവും ഒന്നുമില്ലാത്ത ഇടങ്ങളിൽ പൊടിപുഴണ്ട ഗ്രാമങ്ങളിലൂടെ നടന്ന് മക്കളെ മദ്രസയിലേക്ക് മുഖം കഴുകി കൈപിടിച്ച് കൊണ്ടുവന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ 1,00,000 വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം പറഞ്ഞോളൂ നബിയെ. ആ ഒരൊറ്റ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബ് ചെയ്ത നിഅമത്ത് നമുക്ക് പറയാലോ. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തലമുറകൾ അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദയുടെ മണ്ണിൽ നിന്ന് ചെമ്മാട് നിന്ന് പഠിച്ചുപോയി അവിടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 600 പേർ പ്രവർത്തന സജ്ജമാണ്, പ്രവർത്തന നിരതമാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ അന്യ സംസ്ഥാനങ്ങളിൽ. ആലോചിച്ച് നോക്കൂ, എത്ര വലിയ സേവനമാണ്. മഫാതീഹുൽ ഖൈർ, ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോരോ മക്തബുകൾ തുറക്കുകയാണ്. ആരുടെ കൈകളിലാണോ ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാതിഹൽ ഖൈരി അലാ യദൈഹി, അല്ലാഹു ആരുടെ കരങ്ങളിലാണോ നന്മയുടെ താക്കോലുകൾ കൊടുക്കുന്നത് അവരുടെ സൗഭാഗ്യമേ. വവൈലുൽ ലിമൻ ജഅലല്ലാഹു മഫാതിഹശ് ശർരി അലാ യദൈഹി, തിന്മയുടെ താക്കോലുകൾ അല്ലാഹു കൊടുക്കുകയാണെങ്കിൽ അതെത്ര വലിയ ദുരന്തമാണ്. നന്മകളെ തുറക്കാൻ, നന്മകൾക്ക് താക്കോലുകളായി മാറാൻ കഴിയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹുവേ, ഈ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ, നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നമ്മുടെ ഈ സമൂഹം, ഈ ഉമ്മത്ത് നന്മയുടെ താക്കോലുകളാകേണ്ട സമയമാണ്. ഇദാ കുൻത ഫീ ഖൗമിൻ 20 റജുലൻ, മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരു വളരെ മനോഹരമായ ഹദീസുണ്ട്. 20 ആളുകൾക്കിടയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഈ സദസ്സിൽ ഇപ്പോൾ എത്ര 20കളുണ്ട്? ഒരുപാട് 20കളുണ്ട് അല്ലേ? 20 ആളുകൾക്കിടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഔ അഖല്ല ഔ അക്തർ, 20ന്റെ ഏറെയോ 20ന്റെ കുറച്ച് കുറവോ ഒന്നും കുഴപ്പമില്ല, ഒരു 10-20 ആളുകൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ ഫതസഫഹ്ത ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫലം തറ ഫീഹിം റജുലൻ യുഹാബു ഫില്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മ വരുത്തുന്ന വിധം മുഖത്ത് ഗൗരവമുള്ള ഒരു മഹാനെ ഓരോ 20 ആളുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഫഅലം അന്നൽ അംറ ഖദ് റഖ്, അറിയണേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഓരോ 20ലും ഹൈബത്തുള്ള, വഖാറുള്ള, സക്കീനത്തുള്ള മഹാന്മാർ മുസ്ലിം ഉമ്മത്തിന്റെ ഓരോ 20ലും ഒരാളെങ്കിലും വേണം. അതില്ലെങ്കിൽ അന്നൽ അംറ ഖദ് റഖ്, കാര്യം കൈവിട്ടു പോയിരിക്കുന്നു എന്നാണ് അതിന്റെ സാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒന്നുകൂടെ ഉയർന്നു ചിന്തിക്കുകയാണ്. നന്നാവണം, നല്ലവരാകണമെന്ന് മാത്രമല്ല, ആ നന്മയിൽ മുന്നേറി ഹൈബത്തുള്ള ഒരു, വഖാറുള്ള ഒരു മനുഷ്യൻ. മൻ തുദക്കിറുകുമുല്ലാഹ റുഅയതുഹു വമൻ യസീദുകും ഫിൽ അമലി അമലുഹു, ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുന്നത്,
ആരുടെ കർമ്മങ്ങൾ കാണുമ്പോഴാണോ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാകുന്നത്, അത്തരം ആളുകൾ ഓരോ 20-ലും ഒരാൾ വേണമെന്നാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണത്. മഹാനത് പറയുന്നത് അങ്ങനെയാണ്, ലഖദ് സമിഅ്തു ഹദീസൻ മുൻദു സമാൻ. സ്വഹാബിയാണ് അവര്, അബ്ദുല്ലാഹിബ്നു ബുസ്ർ എന്നവര്. ലഖദ് സമിഅ്തു ഹദീസൻ മുൻദു സമാൻ, കുറേ കാലം മുമ്പ് ഞാനൊരു ഹദീസ് കേട്ടിരുന്നു എന്ന് പറഞ്ഞു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണിത്. അബ്ദുല്ലാഹിബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നബി തങ്ങൾ അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യഈഷു ഹാദൽ ഗുലാമു ഖർനാ, ഈ കുട്ടി 1 നൂറ്റാണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റിയിൽ കൈവച്ചിട്ട് യഈഷു ഹാദൽ ഗുലാമു ഖർനാ, 100 കൊല്ലം കഴിഞ്ഞ് മരിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു. മരിക്കണതോ ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്താകുന്നത്. അങ്ങനത്തെ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു. യഈഷു ഹാദൽ ഗുലാമു ഖർനാ. മഹാൻ പറയാൻ, എന്റെ പുണ്യ റസൂല് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, പലതവണ കേട്ടുപോയത്. ഇദാ കുൻത ഫീ 20 റജുലൻ ഔ അഖല്ല ഔ അക്തർ, 20 ആളുകൾ കുറച്ചേറെയോ കുറവോ ആകാം. ഫതസഫഹത ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഫലം തറ ഫീഹിം റജുലൻ യുഹാബു ഫില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഗൗരവമുള്ള ഒരു മുഖമുള്ള ഒരാൾ ഓരോ 20-ലും നിങ്ങൾക്ക് കാണാൻ കഴിയാതെ വരുമ്പോൾ ഫഅലം, അറിയണേ, അന്നൽ അംറ ഖദ് റഖ്, കാര്യം ഗൗരവമാണ്, നന്മ ചോർന്നുകൊണ്ടിരിക്കുകയാണ്, സജ്ജനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പേടിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളിൽ നല്ല സജ്ജനങ്ങളുടെ സാന്നിധ്യങ്ങളെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് ദീനുമായുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ള ഓട്ടമാണ്, ഒഴുക്കിനെതിരെയുള്ള ഓട്ടമാണിത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവര് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇജ്മാഉൽ ഉമ്മയാണ്, ഈ ഉമ്മത്തിന്റെ ആദ്യ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. മുജദ്ദിദുൽ ഖർനിൽ അവ്വൽ, മുജദ്ദിദാണ്. 2.5 വർഷമാണ് ഭരണം നടത്തിയത്. ആ 2.5 വർഷം 25 കൊല്ലം ചെയ്ത സേവനം പോലെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ശേഷം ഒരു ഉമർ എന്ന് പറയാൻ പറ്റുന്ന ഉമർ, മഹാനായ അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാൻ ഭരണമേറ്റെടുത്തിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: അമ്മാ ബഅദ്, അമ്മാ ബഅദ്, ഇന്നി ഉആലിജു അംറൻ ലാ യുഈനുനി അലൈഹി ഇല്ലല്ലാഹ്, ഞാൻ ഏറ്റെടുത്ത വിഷയം അത് നടപ്പാക്കണമെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ അപാരമായ സഹായം തന്നെ വേണം, അല്ലാഹുവിന്റെ സഹായം തന്നെ വേണം. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ. വഇന്നനാ നബ്റഉ മിൻ ഹൗലിനാ വഖുവതിനാ ഇലാ ഹൗലില്ലാഹി വഖുവതിഹി, നമ്മുടെ ഒരു കഴിവൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും, അള്ളാഹു ചെയ്യുന്ന തൗഫീഖുകളാണ്. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ ഒഴുക്കുകയാണ്. ഉദവി ഉസ്താദുമാർക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോയി പ്രവർത്തിക്കണമെന്ന് തോന്നുന്ന അള്ളാഹു ചെയ്തെടുക്കുന്ന തൗഫീഖല്ലേ. അവർക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഗൾഫിലേക്ക് പോകാം, ഞങ്ങൾക്കും അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും ഒക്കെ ജോലി കിട്ടുമല്ലോ. അവർ യോഗ്യതയുള്ളവരാ, കഴിവുള്ളവരാ. അവരുടെ കുടുംബങ്ങൾ മിനിമം പറയാം, മോനെ നീ പോകല്ലേ, വാപ്പ പറയാം നീ ഗൾഫിലേക്കും പോയിക്കോ എന്നെങ്കിലും പറഞ്ഞെങ്കിൽ അത് സാധ്യമാകുമായിരുന്നോ? അള്ളാഹു തൗഫീഖ് ചെയ്യും. അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. യസൂഖുഹുമുല്ലാഹു സൗഖ, അള്ളാഹു നന്മയിലേക്ക് ചില ആളുകൾ അങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണെന്നാണ്. മിസ്ദാഖൻ ലിഖൗലിഹി ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. അള്ളാഹുവിന്റെ കലാം അള്ളാഹു ഇറക്കിയതാണ്, അത് അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കലാം സത്യമായി പുലരാൻ ചില ആളുകളെ അള്ളാഹു തസ്ഖീർ ചെയ്തിരിക്കുന്നു ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. എല്ലാവരും വിചാരിക്കുക, ഞാനിപ്പോൾ എന്തിനാ ഈ ഒച്ചപ്പാടിന് ബഹളത്തിന് നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ കളിയാക്കലിനും ട്രോളുകൾക്കും നിന്നൊടുക്കുന്നത്, മിണ്ടാണ്ട വരി പോയി ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ. ഓരോരുത്തരും ദഅവത്ത് വേണ്ടെന്ന് വെച്ചാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? അള്ളാഹു ചില ആളുകളെ തൗഫീഖ് ചെയ്യുകയാണ്. ഇന്നി ഉആലിജു അംറൻ ലാ യുഈനുനി അലൈഹി ഇല്ലല്ലാഹ്, എൻ്റെ റബ്ബ് തന്നെ അപാരമായി അനുഗ്രഹിച്ചാൽ മാത്രമേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഖദ് ശബ്ബ അലൈഹി സ്വഗീർ, ചെറിയ കുട്ടികളെല്ലാം ആ മാലിന്യങ്ങൾ കണ്ടുകൊണ്ടാണ് വലുതായി വന്നത്. ഈ മാലിന്യങ്ങളെ എങ്ങനെ തിരുത്തും? അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. കുട്ടികൾ ഇത് കണ്ടുകൊണ്ടാണ് വളർന്നത്. വഹരിമ അലൈഹിൽ കബീർ, വലിയവർ വാർദ്ധക്യത്തിലേക്ക് എത്തിയതും തിന്മകൾ കണ്ടുകൊണ്ടാണ്. ഇതൊക്കെ 1-ാം നൂറ്റാണ്ടത്തെ കഥയെ പറയുന്നത്. വഹാജറ അലൈഹിൽ അറാബി, അറാബികൾ മലമുകളിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് വന്നതും ഈ തിന്മകൾ കാണാനാണ്. വഫസഹ അലൈഹിൽ അജമി, അറബി അല്ലാത്തവർ
മനോഹരമായ വാക്കുകൾ കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും ഇതുതന്നെയാണ്. ഹത്താ ഹസിബഹുന്നാസു ദീനൻ ലാ യറൗനൽ ഹഖ്ഖ ഗൈറഹ്. ഇത് തന്നെയാണ് ദീന്, ഈ കാണുന്നത് തന്നെയാണ് ദീന് എന്ന് ജനങ്ങളങ്ങ് വിശ്വസിച്ചു പോയി. ഈ ഒരു സംവിധാനത്തെയാണ് എനിക്ക് തിരുത്താനുള്ളത്, ഈ ചിന്തകളെയാണ് എനിക്ക് മാറ്റിമറിക്കാനുള്ളത്. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ സഹായം വേണം. തന്റെ ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെ വിളിച്ചു റളിയല്ലാഹു അൻഹ എന്ന് ആ മഹദിക്ക് വേണ്ടി നമ്മൾ പറയുകയാണ്. അവർ സ്വഹാബിയത്തായതുകൊണ്ടല്ല, വലിയ ആബിദത്തായതുകൊണ്ടുമല്ല, പക്ഷേ ഒരു ഭരണാധികാരിയുടെ ഭാര്യയായി ജീവിക്കാൻ ഒരു യോഗ്യത, ഒരു ഖലീഫക്ക് പറ്റിയ ഭാര്യയായി ആ മഹദി ജീവിച്ചു എന്നതുകൊണ്ട് ഫാത്തിമയെ വിളിച്ചു. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, വാപ്പ അമ്മോഷൻ രാജാവ അബ്ദുൽ മലിക് ബിൻ മർവാൻ, വല്യാപ്പ മർവാൻ ബിൻ ഹക്കം, വല്യാപ്പയും രാജാവാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക്, മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്, ആങ്ങളമാരും ഭരണാധികാരികളാണ്. വല്യാപ്പയും ഭരണാധികാരി, വാപ്പന്റെ വാപ്പയും ഭരണാധികാരികൾ. ഇങ്ങനെ ഒരു രാജകുടുംബത്തിൽ വളർന്ന മോളാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, കഴുത്തിൽ വജ്രമാലകൾ ഉണ്ടായിരുന്നു, ഡയമണ്ടിന്റെ മാലകൾ, വലിയ വലിയ കല്ലുകൾ, മനോഹരമായ കല്ലുകളെ കൊണ്ടുണ്ടാക്കിയ വജ്രമാലകൾ. അത് അണിഞ്ഞിട്ടിങ്ങനെ മഹാന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ മാല പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഇത് നിന്റെ വാപ്പ നിനക്ക് തന്ന മാലയാണെന്ന് എനിക്കറിയാം, പക്ഷേ നിന്റെ വാപ്പ സമൂഹത്തിന്റെ പൊതുസ്വത്തിൽ നിന്നെടുത്തതാണ്. അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് പോകേണ്ട മാലയാണ്. ഫാത്തിമ, നീ ഇത് ഊരിത്തരാൻ നിനക്ക് ധൈര്യമുണ്ടോ, നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പ ഊരി കൊടുത്തു. എനിക്കിത് വേണ്ട, അപ്പ തന്നതാണ്, പക്ഷെ ഇത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്താണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഊരിക്കൊടുത്ത മോളാണത്, മഹദിയാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. രസമതല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായപ്പോ ഖസാനയുടെ സൂക്ഷിപ്പുകാരനായ ആള് വന്നിട്ട് മഹദിയോട് പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഞങ്ങൾ വിഷം തീണ്ടിയിട്ട് വഫാത്താകുന്നെന്നാണ് ചരിത്രം. മഹാനവറുകളോട് വന്ന് പെണ്ണിനോട് മഹദിയോട് വന്ന് പറയണം, ഫാത്തിമ, നിങ്ങളുടെ വജ്രമാല ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല, അതവിടെ തന്നെയുണ്ട്. ഭർത്താവല്ലേ ഇത് വാങ്ങിവെച്ചത്, മൂപ്പര് മരിച്ചല്ലോ, ആ മാല ഞാൻ തിരിച്ചു തന്നോട്ടെ, നിങ്ങൾക്കത് അണിയാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം മഹദി ഒരു വാക്ക് പറഞ്ഞു, മാ കുന്തു ലിയുതിഅഹു ഹയ്യൻ വഅസിയഹു മയ്യിത. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞിട്ട് അവരനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എനിക്ക് വേണ്ട. ഞാൻ അന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ വാക്ക് ഇന്നും അതുതന്നെയാണ് എന്ന് പറഞ്ഞ മഹദിയാണ് ഈ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹ. ഫാത്തിമയോട് ചോദിച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ, ഫാത്തിമ, ഞാൻ നിരന്തരം ബിസിയാവാൻ പോവുകയാണ്, ഇനി നിനക്കെന്നെ അധികം കിട്ടൂല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഭരണം ഏറ്റെടുക്കുകയാണ് ഫാത്തിമ. അമവി ഭരണാധികാരികളും അബ്ബാസികളും ചെയ്തു വെച്ച ഒരുപാട് തിന്മകളെ എനിക്ക് തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ അരികത്ത് വേണം എന്ന് നിനക്ക് വാശി പിടിച്ചാൽ എന്നെ ഇനി കിട്ടൂല ഫാത്തിമ. അതുകൊണ്ട് രണ്ട് ചോദ്യം. ഒന്ന്, ഞാൻ നിന്റെ കൂടെ അധിക സമയം ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയായി തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാം. അതല്ല, നിങ്ങൾക്ക് നല്ല സൗകര്യമുള്ള, നിങ്ങളെ ടൂർ കൊണ്ടുപോകുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ. മഹദി പൊട്ടിക്കരഞ്ഞു എന്നാണ്. മഹദി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, യാ സൗജി, എൻ്റെ ഭർത്താവേ, ഞാൻ അങ്ങയുടെ ഭാര്യയായി ജീവിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്നു. അങ്ങ് തിരക്കാണെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നു. അങ്ങേക്ക് സമയം തരാൻ കഴിയില്ലെങ്കിൽ എനിക്കതറിയാം. പക്ഷേ എനിക്ക് അങ്ങയെ വിട്ടൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മഹാനവറുടെ കൂടെ ആ ഭരണകാലത്തും പിടിച്ചു നിന്ന മഹദിയാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. ഒരു തമാശ ഓർമ്മ വരികയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഒരു നിക്കാഹിന് വന്നിരുന്നു ഇരിട്ടിയിൽ. നമ്മുടെ സുഹൃത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ വീട്ടിൽ നിക്കാഹിൻ്റെ പ്രഭാഷണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ തങ്ങൾ കയറി വരുന്നത് രാവിലെ 11 മണിക്ക് ഒരു ശനിയാഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കാഹ് സദസ്സിൽ പറയേണ്ട ഒരു ഹദീസുണ്ട്, അങ്ങനെ ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യമാർ നല്ല സർട്ടിഫിക്കറ്റ് തരുന്നവരാണ് ഭർത്താക്കന്മാർ. അവരാണ് ഭാര്യമാർ പറയണം എൻ്റെ ഭർത്താവ് നല്ല ഭർത്താവാണ്, എങ്കിലേ നിങ്ങൾ നല്ല ഭർത്താവ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഹദീസ് ഞാൻ അവിടെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ വന്നു. തങ്ങൾ അപ്പോഴൊന്നും പറഞ്ഞില്ല, അവിടെ വന്നിരുന്നു, ഒന്ന് കുശലം പറഞ്ഞു, സംസാരിച്ചു. അങ്ങനെ തങ്ങൾ നിക്കാഹൊക്കെ ചെയ്തു. തങ്ങൾ പോവുകയും ചെയ്തു. ഞങ്ങളും പോയി. ഞങ്ങൾക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് പോകണം. ഞങ്ങളും കണ്ണൂരിലേക്ക് പോയി. ട്രെയിൻ കയറി നിൽക്കുമ്പോൾ ട്രെയിനിലുണ്ട് വിളിക്കുന്നത്. തങ്ങൾ വിളിച്ചു,
അപ്പോൾ തങ്ങൾ ഒരേ ചിരി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ തങ്ങളെ ചിരിക്കുന്നു ചോദിച്ചു. നിങ്ങളെ പ്രസംഗിച്ച പോയിന്റ് ഉണ്ടല്ലോ, ആ 2 സർട്ടിഫിക്കറ്റ് എനിക്കും കിട്ടൂല നിങ്ങൾക്കും കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ പെരയിലില്ലല്ലോ, നമ്മൾ രണ്ടാളും പെരയില്ലാത്ത ആൾക്കാരാ എന്ന് പറഞ്ഞ് തങ്ങൾ ചിരിക്കന്നെ. തങ്ങൾ കൊയിലാണ്ടിയോ മറ്റേ കുറ്റ്യാടി പേരാമ്പ്ര ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റോളം തങ്ങൾ സംസാരിച്ച് തന്നെ പറഞ്ഞു, നമ്മുടെ വീട്ടുകാർക്ക് പരാതിയാണ്, നമ്മൾ കൂടല്ല, നാട്ടുകാരുടെ കൂടെയാണ്, നാട്ടുകാർ പോകുന്നത് നാട്ടുകാരുടെ കൂടെയാണ് സമയം, അവരെ കല്യാണത്തിൽ കൂടുന്നു, നമ്മുടെ വീട്ടിലത്തെ മുടിയളിച്ചലിന് പോലും കിട്ടൂല. അപ്പം നമ്മളെ പെണ്ണുങ്ങളൊന്നും തരാൻ ഒരു സാധ്യത ഇല്ലട്ടോ സുധവി, ശരിയല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങനെ തങ്ങൾ ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി തന്നെയാണ്, നാട്ടുകാർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുത്തതാന്ന് പറഞ്ഞു. ഞാൻ നമ്മളെ കൊണ്ട് എന്തായാലും അതൊന്നും ആവില്ല, നാട്ടുകാർക്കെങ്കിലും കിട്ടിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭാര്യയോട് ചോദിച്ച ചോദ്യതാണ്, എന്നെ കിട്ടൂല, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റോ? ഞാൻ തിരക്കായിരിക്കും, നിനക്ക് വേണ്ടി സമയം തരാൻ എന്നെ കൊണ്ട് കഴിയില്ല ഫാത്തിമ, അതുകൊണ്ട് ക്ഷമിച്ചുകൂടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിന്നോളൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം. ഉസർരിഹുകുന്ന സറാഹൻ ജമീല ളജ്ജത് ലജ്ജതൻ, വാവിട്ട് നിലവിളിച്ചു കരഞ്ഞു. നാൻ മഹദിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല റളിയല്ലാഹു തആല അൻഹ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്നി ഉആലിജു അംറൻ ലാ യുഈനുനി അലൈഹി ഇല്ലല്ലാഹ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ അവസ്ഥകൾ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കഥകളിലേക്കൊന്നും ഞാൻ പോകല്ല. അടിച്ചു കൊല്ലുന്നതും തല്ലിക്കൊല്ലുന്നതും ഞെരിച്ചു കൊല്ലുന്നതും, കൊലപാതകം ചെയ്തിട്ടൊരു കണ്ണുനീര് പോലും, ഒരു പശ്ചാത്താപം പോലും തോന്നാതെ കോടതിക്ക് മുമ്പിലോ നിയമപാലകർക്ക് മുമ്പിൽ വരുമ്പോ ഒരു പാറ്റയെ കൊന്ന ലാഘവത്തോടുകൂടെ സ്വന്തം ബന്ധുക്കളെ മാതാപിതാക്കളെ കൊന്നിട്ട് നിർനിമേഷനായി നിന്ന് സംസാരിക്കാൻ കഴിയുന്ന വളരെ നിർജീവമായ ഒരു സംസ്കാരങ്ങളിലേക്ക്, വളരെ വേദനാജനകമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലന ഇലാ അസ്ലഹിൽ ഹാൽ. പടച്ചവനെ, ഞങ്ങളുടെ സമൂഹത്തിൻ്റെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ സംസ്കാരത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അല്ലാഹു ഏറ്റവും നല്ലൊരു സംസ്കാരത്തിലേക്ക് നീ ആക്കിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നീ കാത്തു സൂക്ഷിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ നന്മ ചെയ്യണേ റബ്ബേ. അവർ തിന്മകളിൽ ചെന്നുപെടാതെ നീ കാക്കണേ പടച്ചവനെ. മയക്കുമരുന്നിന് ലഹരിക്കടിമകളാകാതെ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളാക്കി തരണേ റബ്ബേ. അവരൊരിക്കലും സങ്കടത്തിനും ദുഃഖത്തിനും കാരണമാകുന്ന മക്കളായി പോവാതെ കാക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണാഭരണം മരണപ്പെട്ട ഉപ്പാക്ക് ദുആ ചെയ്യാനും ഹലാലായ മുറാദുകൾ ഹാസിലാകാനും അല്ലാഹു ഉപ്പാക്ക് മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഇവിടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ആഫിയത്തോടുകൂടെ ദീർഘായുസ്സിനും മരണം വരെ ഈമാനും തഖ്വയോടും കൂടെ ജീവിക്കാനും തർബിയത്ത് നന്നാകുവാനും ദുആ ചെയ്യണേ. എന്തൊരു നല്ലൊരു വസിയത്താണത്. അല്ലാഹുവേ, ഈമാനും തഖ്വയും അവർക്കും ഞങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. മമ്പറം ഹഫ്ദുൽ കോളേജിൽ മോനെ പഠിപ്പിക്കുന്നുണ്ട്, ദാൽഹുദയിലും പിന്നീട് പഠിപ്പിച്ച് ഉഖർവിയുമായ പണ്ഡിതനായി മാറാൻ വേണ്ടി ദുആയിരക്കാൻ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ഈ ദീനി സംവിധാനങ്ങൾക്ക് വേണ്ടി, ദാൽഹുദക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹു അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ലഹരിയെ പറ്റി പറയുമ്പോൾ ലഹരിയുടെ വലിയൊരു അപ്പുറത്ത് കിടക്കുന്ന തലമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക് എന്ന് പറയുന്നത് മനുഷ്യർക്കൊക്കെ ജന്മന മനുഷ്യന്റെ ചിന്തകളെ, ബ്രെയിൻ സെല്ലുകളെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ താളങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ്. അങ്ങനെയാണ്. ഒരു ചെറിയ കുട്ടി, ഒരു പാട്ടും കേൾക്കാത്ത കുട്ടി, ഒരു ഡാൻസും കേൾക്കാത്ത കുട്ടി, 1 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടിയുടെ മുമ്പിൽ നല്ലൊരു മ്യൂസിക്, ഒരു പഞ്ചാബി മ്യൂസിക് വെച്ചു കൊടുത്താൽ ആ കുട്ടി നൃത്തം ചെയ്യും. എന്തെങ്കിലുമൊക്കെ കാണിക്കും തടി കൊണ്ട് ആ താളത്തിനൊത്ത്. മനുഷ്യന്റെ ശരീരത്തിന് മ്യൂസിക്കുമായിട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്നത് സത്യം തന്നെ. പക്ഷേ ശരീഅത്ത് അതിനെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്, വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. നമ്മളതിനെ ലാഘവത്തോടുകൂടെ കാണരുത്. മ്യൂസിക്കിൽ എന്താണ് അനുവദിക്കപ്പെടുന്നത്, അനുവദിക്കപ്പെടാത്തത് എന്ന് എല്ലാവർക്കും അറിയാം. ദഫ് അനുവദിക്കപ്പെടുന്നതാണ്, അല്ലാത്ത മസാമീറുകൾ, അല്ലാത്ത മറ്റു ആലാത്തുകൾ, റൂദും തമ്പൂറും മിസ്മാറും തബിലും, ഇതൊക്കെ അന്നുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും ഇന്നും പാടില്ല, അന്നും പാടില്ല എന്ന അതിലെ പ്രധാനപ്പെട്ട 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം അങ്ങനെയാണ്. എന്നാലും നമ്മുടെ ബൈറ്റിലും, നമ്മുടെ ബൈറ്റുകളിലും, നമ്മുടെ ഗാനങ്ങളിലും, നമ്മുടെ റെക്കോർഡുകളിലൊക്കെ ഇതറിയാതെ കയറി വരുന്നത് ഈ പണി ചെയ്യുന്ന ആളുകൾക്ക് ഈ മസാല അറിയുന്നുണ്ടാവില്ല. നമ്മൾ പണി കൊടുക്കുകയാണ്, അത് കമ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ മസാല അറിയില്ല. അവർ നല്ല പാട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയാണ്. വോക്കൽ മ്യൂസിക്കുകളാകാം, വോക്കൽ വായ കൊണ്ട് ചെയ്യുന്ന താളം പിടിക്കലുകൾ, അതിന് കുഴപ്പമില്ല. അല്ലാത്ത ആലാത്തുകൾ,
നമ്മൾ ആ ഒരു രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. നമ്മുടെ ആലിമീങ്ങൾ പണ്ട് കാലങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള മസാല എന്തായിരുന്നു? ഇന്നിപ്പോൾ അത് സുന്നത്ത് കഴിഞ്ഞ് ഫർളായി മാറിയിട്ടുണ്ട് ഫോട്ടോ എടുക്കൽ അല്ലേ. ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സെഷൻ ഫോട്ടോ എടുക്കലാണ്. നിന്ന് കൊടുത്തില്ലെങ്കിൽ അഹങ്കാരി എന്നാ പറയാം. അപ്പോൾ പിന്നെ മനുഷ്യന്മാർ കുടുങ്ങിപ്പോവുകയാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ അത് ലാഘവത്തിലാകെ ആകാൻ പറ്റുമോ? തിന്മകൾ തിന്മ തന്നെയല്ലേ. വലു അഅജബത്ക കസറത്തുൽ ഖബീഥ്. ഞാൻ ഈ സംഭവം പറയുന്ന അബൂ സുലൈമാനു ദാറാനി എന്ന് പറയുന്ന ദിമഷ്ക് ലോകത്തിന് സമ്മാനിച്ച വലിയ സൂഫി വര്യനാണ്. മഹാന്റെ മഖ്ബറ ഇന്ന് സിയാറത്ത് ചെയ്യപ്പെടുന്ന വലിയൊരു മഖാമാണ് ഡമസ്കസിൽ അബൂ സുലൈമാനു ദാറാനി. മഹാനവറുകൾ മ്യൂസിക്കിൽ നിന്ന് ദീനിന്റെ തസവുഫിലേക്ക് കടന്നു വന്ന വലിയൊരു പണ്ഡിതനാണ്. ചെറുപ്പകാലം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന പോലെ ചെറിയൊരു ഒരു ഇൻക്ലിനേഷൻ ടുവാർഡ്സ് മ്യൂസിക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ ചരിത്രം മഹാനവറുകൾ പറയുന്നുണ്ട്. ഇമാം ദഹബിയൊക്കെ അൽ ഇമാമുൽ കബീർ എന്നാ പറയാ അബൂ സുലൈമാനു ദാറാനിയെ സംബന്ധിച്ച്. അൽ ഇമാമുൽ കബീർ, സാഹിദുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ സാഹിദായ പണ്ഡിതനാണ് എന്നൊക്കെ അബൂ സുലൈമാനു ദാറാനിയെ സംബന്ധിച്ച് ഇമാം ദഹബിയെ പോലെ ആൾക്കാർ വരെ പറയുന്നുണ്ട്. സൂഫി വര്യനാണ് മഹാനായ അബൂ സുലൈമാനു ദാറാനി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇഖ്തലഫ്തു ഇലാ മജ്ലിസി ഖാസ്. കഥ പറയുന്ന ഒരാളുടെ, ചരിത്രം പറയുന്ന ഒരാളുടെ സദസ്സിലേക്ക് ഞാൻ കയറി ചെന്നു. ആൾ കഥ പറയുന്നുണ്ട്, അങ്ങനെ വാദം പറയുന്നുണ്ട്. ഫഅثر كلامه في قلبي. അയാളുടെ സംസാരം എൻ്റെ ഹൃദയത്തിൽ എന്തോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ, അദ്ദേഹം കഥ പറയുന്ന ഒരാളാണ്, എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ. പക്ഷെ ഞാനവിടെ എഴുന്നേറ്റ് പോന്നു. എൻ്റെ കൽബിലൊന്നും പിന്നൊന്നും ഉണ്ടായില്ല, കേട്ടുപോന്നു. ഒരു രസം തോന്നിയപ്പോൾ അത് കഴിഞ്ഞു. ഫഉത്തു ഇലൈഹി സാനിയ. വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് ചെന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷവും എൻ്റെ ചിന്തയിൽ ആ സദസ്സിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വന്നു തുടങ്ങി. മൂന്നാമതും ഞാൻ ചെന്നു നോക്കുമ്പോൾ അവിടെ വാദ്യമേളകളുണ്ട്, മ്യൂസിക്കുണ്ട്, പാട്ടുകൾ പാടുന്നുണ്ട്, കവിതകൾ ചൊല്ലുന്നുണ്ട്, വാദ്യമേളങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം കഥ പറയുകയും ചെയ്യുന്നു. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വാദ്യത്തോട്, മ്യൂസിക്കിനോട് എന്തെന്നില്ലാത്തൊരു അഭിനിവേശം, എന്തെന്നില്ലാത്ത ഒരു അടുപ്പം എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഞാൻ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. മഹാൻ പറയാ, ഫകസർത് ആലാത്തിൽ മുഖാലിഫാത്ത് ഊദിൻ വതംബൂരിൻ വറബാബത്തിൻ വമിസ്മാരിൻ വതബ്ലിൻ. ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ട്. ചണ്ടയുണ്ട്, വാദ്യങ്ങളുണ്ട്, വീണയുണ്ട്, ഫ്ലൂട്ടുണ്ട്, ഹാർമണിയുണ്ട്. എല്ലാം ഞാൻ എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ അബൂ സുലൈമാൻ ദാറാനിയുടെ വലിയ വലിയ ഹിക്മത്തുകളുണ്ട്, വലിയ ഹിക്മത്തുകൾ. അതിൽപ്പെട്ട ഒരു ഹിക്മത്താണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് അള്ളാഹു നിങ്ങളെ വീണ്ടും പരീക്ഷിക്കുകയില്ല. വേണ്ടെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം മഹാനായ യഹ്യ ഇബ്നു മുആദ് റാസി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ സൂഫി വര്യൻ, ഹിജറ 250കളിൽ വഫാത്തായ നൈസാബൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ്. ഇറാന്റെ മഷ്ഹദ് എന്ന് പറയുന്ന വലിയൊരു സിറ്റി ഉണ്ടെന്ന്. മഷ്ഹദിന്റെ അടുത്ത സ്ഥലമാണ് നൈസാബൂർ. ഇമാം മുസ്ലിം എന്നവർ നൈസാബൂർക്കാരനാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ മുഹദ്ദിസായ പണ്ഡിതൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി, അവരൊക്കെ ഇറാനികളാണ്. യഹ്യ ഇബ്നു മുആദ് അർ-റാസിയുടെ അരികത്ത് എന്ന് ഞാൻ പറഞ്ഞു, യഹ്യ ഇബ്നു മുആദേ, നിങ്ങൾക്കറിയുമോ അന്ന് കഥ പറയുന്ന മ്യൂസിക് കൊണ്ട് ആലാപനം ചെയ്ത്, മ്യൂസിക് പ്ലേ ചെയ്ത് കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ എൻ്റെ കഥ കേട്ട് എൻ്റെ മനസ്സിലത് കയറിക്കൂടിയപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കിൻ്റെ ഉപകരണങ്ങളും പൊട്ടിച്ചു കളഞ്ഞ് ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ടാണ് ഞാൻ ഈ മാർഗത്തിലേക്ക് വന്നത്. ഇത് കേട്ടിട്ട് യഹ്യ ഇബ്നു മുആദ് എന്നവർ പറഞ്ഞ വാക്കാണത്. ഉസ്ഫൂർ എന്ന് പറഞ്ഞ ചെറിയ പക്ഷിയാണ്. കർക്കി എന്ന് പറയുന്നത് പക്ഷികളിൽ കാണാൻ കിട്ടാത്ത അമൂല്യമായൊരു പക്ഷിക്കാണ് കർക്കി എന്ന് പറയാം. ഒരു ചെറിയ പക്ഷി വലിയ ഒരു കിട്ടാക്കനിയായ പക്ഷിയെ വേട്ടയാടിയല്ലോ എന്ന് പറഞ്ഞു യഹ്യ ഇബ്നു മുആദ് എന്നവർ. അതിനർത്ഥം എന്താണെന്ന് വെച്ചാല്, ഈ കഥ പറയുന്ന ആളൊരു ഉസ്ഫൂർ, അന്ന് ലോകം പിന്നെ അയാൾ അറിഞ്ഞിട്ടോ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ആളായിരുന്നു. അദ്ദേഹം വാദ്യമേളങ്ങൾ മുഴക്കി എന്നത് ശരിയാണ്, അയാൾ ഒരു ഉസ്ഫൂറാണ്. പക്ഷെ അയാളുടെ സദസ്സിൽ പോയതുകൊണ്ട് തൻ്റെ കൽബിലേക്ക് വന്ന ആ ഒരു മ്യൂസിക്കിനോടുള്ള അഭിരുചിയെ മറികടക്കണമെന്ന തോന്നലുണ്ടായി. ലോകത്തിന് വലിയൊരു കർക്കി പക്ഷിയെപ്പോലെ ലോകത്തിന് കിട്ടിയ മഹാനല്ലയോ മഹാനായ അബൂ സുലൈമാനു ദാറാനി നിങ്ങൾ എന്ന് മഹാനോട് പറയാണ്.
നോക്കണേ, ചില ചിന്തകളെ നമ്മൾ മറികടക്കേണ്ടി വരും. മ്യൂസിക് ധാരാളം കേൾക്കാനുള്ള അവസരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. എത്രത്തോളം മ്യൂസിക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നുണ്ടോ അത്രത്തോളം ഖുർആൻ നമ്മുടെ കൽബിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. ലാ യജ്മഉ ഫീഹി മിസ്മാറുൻ വ ഖുർആൻ. ഖുർആനും വാദ്യവും ഒരുപോലെ ഹൃദയത്തിൽ യോജിച്ചു വരികയില്ല, ഒരുമിച്ച് നിൽക്കുകയില്ലെന്ന് മഹാന്മാർ പറയാറുണ്ട്. മ്യൂസിക്കിനോട് അഡിക്ഷൻ ഉണ്ട്. ഇന്നത്തെ മ്യൂസിക്കൊക്കെ എന്താണ്? DJ നമ്മുടെ ബസ്സിലൊക്കെ, എൻ്റെ സുഹൃത്ത് ഷാഫി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ യാത്ര പോകുമ്പോൾ വണ്ടിയിലേക്ക് ഭയങ്കരമായ മുട്ട്. ഞാൻ ചോദിച്ചു, എന്താ ഈ മുട്ട്, എവിടുന്നാ? അവ നേരെ മുമ്പിലൊരു ബസ്സുണ്ട്, ആ ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുട്ടികൾ ചാടി കളിക്കുക. ആ സൗണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് മൂടിപ്പോകുന്ന വണ്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഭയങ്കരമായ സൗണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലത്തെ സൗണ്ട്? എന്താ ഈ DJ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ? എന്താണ് ഈ റാപ്പ് മ്യൂസിക്കുകൾ, റോക്ക് മ്യൂസിക്കുകളൊക്കെ? ശരിക്കും മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന പാട്ടുകളല്ലേ? നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെയുള്ള മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ? നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു മൈക്കിന് മുമ്പിൽ അരമണിക്കൂർ, ഇപ്പോൾ നല്ല മൈക്ക് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ നോമ്പറ്റം പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തളർന്ന് തല കറങ്ങി വീണു പോകും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോയി കിടക്കേണ്ടതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ഉറങ്ങിപ്പോകും. ഇങ്ങനെ ഒരു മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ DJ മ്യൂസിക്കുകളൊക്കെ എങ്ങനെയാണ്? 1 മണിക്കൂർ 2 മണിക്കൂർ ചങ്ക് കയറി നടന്ന് മൈക്കും പിറിച്ച് ഓടി ചാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സ്റ്റേജും വെച്ചാടി, ഇവിടെ കയറി അങ്ങോട്ട് ചാടി. ഹൈ പിച്ചിൽ ഇത് ഓടണമെങ്കിൽ സാധാരണ പത്തിരിയും ചോറും വെച്ചാൽ അതുകൊണ്ട് പറ്റൂല, അതിന് വേറെ ചില സാധനങ്ങൾ വേണ്ടി വരും. നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലൂമിനാറ്റി എന്നൊക്കെ പാടുന്നത്? എന്താ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞാൽ? ശൈത്താൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇല്ലൂമിനാറ്റി എന്നിട്ട് പാടുക, കുട്ടികൾ ഇങ്ങനെ പാടുക ഇല്ലൂമിനാറ്റി. അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു. ഇല്ലൂമിനാറ്റി പിശാച്ചിനെ പൂജിക്കുക, പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലൂമിനാറ്റികൾ എന്ന് പറയാ. അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ്. സയനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ്. അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ശൈത്താൻ വരണേ, ശൈത്താൻ വരണേ എന്നല്ല ഈ പറയണത്. നമ്മുടെ മക്കൾക്കറിയോ എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറിത്തുടങ്ങി, അതിൻ്റെ ആശയങ്ങൾ. ചിലർ പറയാം ഭ്രാന്തായാൽ എന്ത് സുഖം, ഭ്രാന്തായോക്കണം അറിയണമെങ്കിൽ. സക്കറാത്തുൽ മൗത്തിന് എന്ത് സുഖന്ന് ഈ പറയുന്നവർ അടിച്ചിട്ട് പറയുന്നതാണ്, എനിക്കറിയില്ല. സക്കറാത്തുൽ മൗത്ത്, ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് യാ ആയിഷ, ആയിഷ സക്കറാത്തുൽ മൗത്തിന് വേദനയുണ്ട് ആയിഷ.